ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു ചായ റെസിപ്പിയാണ് ഞാൻ സ്ഥിരം ഇവിടെ വീട്ടിലുണ്ടാക്കുന്നൊരു ചായയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ ഒരു കപ്പിൻ്റെ അളവിലുള്ള ചായയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ റിയൽ ടൈമിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്ത് ഇടയ്ക്കൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സമയവും എത്ര നേരം എടുക്കും ഇതാവാനൊന്നും കൂടിയിട്ട് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് 1/2 ഗ്ലാസ് പാലും 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒന്നത് കമ്പൈനായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 3 ചെറിയ ഏലക്ക കൈ കൊണ്ട് തന്നെ പൊടിച്ചിടാം. ചതച്ചിടേണ്ടവർക്ക് ചതച്ചിടാം, അല്ലാത്തവർക്കാണെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് തന്നെ ഒന്ന് ഇടിപ്പിച്ച് തുറന്നിട്ടാൽ മതി. ഞാൻ 3 ചെറിയ ഏലക്കയാണ് ഇടുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അത് ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇടുന്നത്. ഇഞ്ചിയുടെ അളവും ഞാനിപ്പോൾ ഇതിലൊരു 1/2 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായിട്ട് അത് കമ്പൈനായി അതിൻ്റെ ടേസ്റ്റൊക്കെ പാലിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കാം. അതൊന്ന് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ടീ പൗഡർ, തേയിലപ്പൊടി 1 ടീസ്പൂൺ ഇടും. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് അതും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ ആ ബോക്സിലുള്ള ടീസ്പൂണിൽ 1 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. ഇനി നന്നായിട്ട് അത് ഇളക്കി തിളപ്പിക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പം പിന്നെ നല്ലപോലെ തിളച്ച് റൈസ് ചെയ്ത് വരുമ്പോൾ അത് സ്ലോയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ലപോലെ അല്ല, ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ച് നല്ല കുറുക്കിയെടുക്കണം രീതിയിലാവണം. എനിക്കങ്ങനെയാണ് ഇഷ്ടം. അതുകൊണ്ട് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരം ഇടാം. ഇപ്പോൾ പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ശർക്കരയാണ്. അതുകൊണ്ടാണ് അതിനൊരു ഡിഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ശർക്കര ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് അലിയത്തില്ല. അപ്പോൾ ഞാൻ നേരത്തെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാനിലേക്ക് തന്നെ ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ അത് കമ്പൈൻ ചെയ്യുക. ഇതാണ് നമ്മുടെ ചായയുടെ റെസിപ്പി. ശർക്കര ഇടുന്നതുകൊണ്ട് ഒരു വേറെ ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.